പ്രീമിയർ ലീഗിൽ ബോക്സിംഗ് ഡേ രാവിലും കുതിപ്പ് തുടർന്ന് ലിവർപൂളും നോട്ടിംഗ്ഹാം ഫോറസ്റ്റും. അതേസമയം മാഞ്ചസ്റ്റർ ടീമുകൾ മോശം ഫോമിന് അന്ത്യമില്ലാതെ കിതയ്ക്കുകയും ചെയ്തു. പോയരാവിൽ വോൾവ്സിനെ നേരിട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെട്ടു. വോൾവ്സിന്റെ മൈതാനത്ത് രണ്ടാം പകുതിയിൽ പിറന്ന 2 ഗോളുകൾ മത്സരത്തിന്റെ വിധിയെഴുതി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ രണ്ടാം മഞ്ഞ കാർഡും വാങ്ങി നായകൻ ബ്രൂണോ ഫെർണാണ്ടസ് കളം വിട്ടത് യുണൈറ്റഡിന് തിരിച്ചടിയായി. 58-ാം മിനിറ്റിൽ കോർണർ കിക്ക് ഡയറക്റ്റ് വലയിലെത്തിച്ച് മത്തേസ് കുഞ്ഞ വോൾവ്സിന് ലീഡ് നൽകി. ഈ ഗോളിന് മറുപടി നൽകാൻ യുണൈറ്റഡിനായില്ല. കളി അവസാന നിമിഷത്തിലായിരിക്കെ ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്ന് കുഞ്ഞയുടെ അസിസ്റ്റിൽ ഹാങ് ഹി ചാൻ വോൾവ്സിന്റെ 2ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. ലീഗിൽ സീസണിലെ 8ാം തോൽവി വഴങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 18 മത്സരങ്ങളിൽ 22 പോയിന്റുമായി 14ാം സ്ഥാനത്തേക്ക് വീണു. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ എവർട്ടൺ സമനിലയിൽ തളച്ചു. തുടർ തിരിച്ചടികളുമായി മുന്നോട്ടു പോകുന്ന സിറ്റി ബെർണാഡോ സിൽവയുടെ ഗോളിൽ മുന്നിലെത്തിയെങ്കിലും NDIA എവർട്ടണിന് സമനില ഗോൾ നൽകി. ലീഡെടുക്കാൻ പെനാൽറ്റിയിലൂടെ സിറ്റിക്ക് അവസരം ലഭിച്ചുവെങ്കിലും ഹാളൻഡിന്റെ പെനാൽറ്റി കിക്ക് എവർട്ടൺ കീപ്പർ പിക്ഫോർഡ് രക്ഷപ്പെടുത്തി. ഈ ഫലത്തോടെ ലീഗിൽ 28 പോയിന്റുമായി സിറ്റി 7ാം സ്ഥാനത്തേക്ക് വീണു. കഴിഞ്ഞ 13 മത്സരങ്ങളിൽ സിറ്റിക്ക് ആകെ ഒരു ജയം മാത്രമാണുള്ളത്. അതേസമയം ലീഗ് ലീഡേഴ്സായ ലിവർപൂൾ ഈ മാച്ച് ഡേയിലും വിജയം സ്വന്തമാക്കി. ലെയ്സ്റ്ററിനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് ലിവർപൂൾ വീഴ്ത്തിയത്. ലിവർപൂളിനായി ഉഗ്രൻ ഫോമിൽ കളി തുടരുന്ന മുഹമ്മദ് സലയും കോഡി ഗാക്പോ, കർട്ടിസ് ജോൺസ് എന്നിവരും ലക്ഷ്യം കണ്ടു. ജയത്തോടെ 17 മത്സരങ്ങളിൽ 42 പോയിന്റുമായി ലിവർപൂൾ ലീഗിൽ 1ാം സ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം 2ാം സ്ഥാനക്കാരായ ചെൽസിയെ 1-നെതിരെ 2 ഗോളുകൾക്ക് ഫുൾഹാം വീഴ്ത്തി. മത്സരത്തിന്റെ 16-ാം മിനിറ്റിൽ കോൾ പാൽമറുടെ ഗോളിൽ മുന്നിലെത്തിയ ചെൽസി അവസാനം കളി കൈവിടുകയായിരുന്നു. 82-ാം മിനിറ്റിൽ ഹാരി വിൽസണും ഇഞ്ചറി ടൈമിൽ റോഡ്രിഗോ മുനിസും ഫുൾഹാമിനായി ലക്ഷ്യം കണ്ടു. തോൽവിയോടെ ചെൽസി 18 മത്സരങ്ങളിൽ 35 പോയിന്റുമായി 2ാം സ്ഥാനത്ത് തുടരുകയാണ്. ഫുൾഹാം 28 പോയിന്റുമായി 8ാം സ്ഥാനത്തേക്കെത്തി. മറ്റൊരു മത്സരത്തിൽ അസ്റ്റൺ വില്ലയെ ന്യൂകാസിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ആന്റണി ഗോർഡൻ, അലക്സാണ്ടർ ഇസാക്ക്, ജോ ലിൻഡൺ എന്നിവർ ന്യൂകാസിലിനായി ലക്ഷ്യം കണ്ടു. ജയത്തോടെ വില്ലയെ മറികടന്ന് പോയിന്റ് ടേബിളിൽ ന്യൂകാസിൽ 5ാം സ്ഥാനത്തെത്തി. 18 മത്സരങ്ങളിൽ 29 പോയിന്റാണ് ന്യൂകാസിലിനുള്ളത്. 28 പോയിന്റുള്ള അസ്റ്റൺ വില്ല 9ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. ഈ സീസണിൽ മികച്ച ഫോമിൽ കളിക്കുന്ന നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ടോട്ടനാമിനെ വീഴ്ത്തി. നോട്ടിംഗ്ഹാമിന്റെ മൈതാനത്ത് 28-ാം മിനിറ്റിൽ ആന്റണി എലങ്ക നേടിയ ഒറ്റ ഗോളിനാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ജയം. ജയത്തോടെ ഫോറസ്റ്റ് 34 പോയിന്റുമായി ലീഗിൽ 3ാം സ്ഥാനത്തേക്കെത്തി. 23 പോയിന്റുമായി ടോട്ടനം 11ാം സ്ഥാനത്താണ്. അതേസമയം ബോൺമൗത്ത് ക്രിസ്റ്റൽ പാലസ് മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. വെസ്റ്റ് ഹാം സതാംപ്ടനെ എതിരില്ലാത്ത ഒറ്റ ഗോളിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന പോരാട്ടത്തിൽ ആഴ്സണൽ ഇപ്സ്വിച്ച് ടൗണിനെ നേരിടും. എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ രാത്രി 1:30-നാണ് മത്സരം. ഇന്ന് ജയിച്ചാൽ ആഴ്സണലിന് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തെത്താം. മറ്റൊരു മത്സരത്തിൽ ബ്രൈറ്റൺ ബ്രെൻറ്റ്ഫോർഡിനെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.